Hey guys, welcome back to my YouTube channel. So, in the day 3 of the examination ആയിരുന്നു. എന്താ പറയാ ഗൈസ്, എനിക്കൊന്നും പറയാനില്ല ഗൈസ്. കെമിസ്ട്രി എക്സാം ഞാൻ എക്സ്പെക്ട് ചെയ്തു, പക്ഷേ നല്ല ടഫാവുമെന്ന് എക്സ്പെക്ട് ചെയ്തായിരുന്നു. കാരണം ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് കെമിസ്ട്രിയും ഫിസിക്സൊക്കെ പൊതുവേ +1 ടഫാക്കാറാണ് പതിവെന്ന്. ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം ഗൈസ്, ഞാൻ എക്സാം ഹോളിൽ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇരുന്ന് ഞാൻ ആലോചിക്കുന്നത് ദൈവമേ അവിടെ ഇങ്ങനെ ആലോചിക്കാം. അപ്പോഴേ സാറ് എൻ്റെ അടുത്ത് പേപ്പറോട് വെച്ചപ്പം ഞാൻ വിചാരിച്ചത് 2 പാർട്ടാക്കിയിട്ട് കൊടുക്കാനായിരിക്കും. എൻ്റെ ബെഞ്ചിൽ തന്നെ വേറെ ഒരു +1 വെച്ചിട്ടുണ്ടായിരുന്നു അപ്പുറത്തറ്റത്ത്. പക്ഷേ നോക്കിയപ്പോൾ 15 പേപ്പർ എൻ്റെ കണ്ണ് തെളിയപ്പോൾ അയ്യോ ഗൈസ് എൻ്റെ കണ്ണ് തെളിയപ്പോൾ ഇത് പേപ്പറാണോ ബുക്കാണോ. ഞാൻ അവിടെ ഇരുന്ന് അപ്പം പറഞ്ഞു അയ്യോ ഇതെന്ത് ബുക്കാണോ ദൈവമേ. പിന്നെ എനിക്ക് മനസ്സിലായി മലയാളത്തിൻ്റെ ട്രാൻസ്ലേഷനോ ഇതിനകത്ത് അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന്. മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ചവർക്ക് ഹെൽപ്ഫുള്ളായിട്ട് വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ ഫസ്റ്റ് ഓവറോൾ അങ്ങ് പറയാൻ കഴിച്ചു. എല്ലാത്തവണ ഞാൻ ലാസ്റ്റാണ് പറയാറ്. പക്ഷേ ഓവറോൾ പറയുമായിരുന്നെങ്കിൽ എനിക്ക് കൊള്ളത്തില്ലായിരുന്നു. എനിക്ക് നല്ല ടഫായിട്ടാണ് തോന്നിയത്. നല്ല ടഫെന്ന് പറഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഈസി ആയിട്ടുള്ള, ബട്ട് മെജോറിറ്റി എനിക്ക് ടഫായിട്ടാണ് തോന്നിയത്. ഈ ഒരു ക്വസ്റ്റ്യൻ പോലും ടഫായാൽ നമുക്ക് ഒരു വലിയൊരു ടഫ്നെസ് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ആ ഒരു അവസ്ഥയായിരുന്നു എൻ്റെത്. എനിക്കൊന്നും പറയാനില്ല പേപ്പറിനെ കുറിച്ച്. അത് ഞാൻ ഫസ്റ്റ് പേജിലോട്ട് വരാം. ഫസ്റ്റ് പേജ് നോക്കുകയാണെങ്കിൽ അത്ര വലിയ ടഫുള്ള കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. എല്ലാം സിമ്പിളായിരുന്നു, വലിയ ഇതൊന്നുമില്ലായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ ആയിരുന്നു കോൺജുഗേറ്റ് ആസിഡ്. എനിക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഒരു വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ക്ലാസ്സിൽ ഞങ്ങളുടെ ഒരു ബയോളജി സാറാണിരുന്നത്. ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ഏറ്റവും സ്ട്രിക്റ്റ് സാറാണ് കേട്ടോ. സാറാണ് ഇങ്ങനെ ചോദിച്ച് ഒരു കൊച്ചിൻ്റെ വല്ലായിരുന്നു. അപ്പോൾ ചോദിച്ചാൽ എന്താ വല്ലായിരിക്കുന്നത് ചോദിച്ചപ്പോൾ അത് സാറെ എക്സാം ടഫാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വേറൊരു കൊച്ചിനെ അടുത്ത് ടഫാണോ ഞാൻ പറഞ്ഞു ടഫാ സാറേന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴത്തേം സാറ് കിടന്ന് പറയുന്നത് ഞങ്ങളപ്പരേ പറഞ്ഞില്ലേ ടഫാ അതാ ഇതാന്നൊക്കെ പറഞ്ഞ് കുറേ പറയാൻ തുടങ്ങി. അത് കേട്ടപ്പോഴത്തേക്കാണ് എനിക്കെന്തോ പോലെ ആവുമായിരുന്നു. അത് പേടിച്ചിരിക്കുമായിരുന്നു എക്സാം എന്ന് പറഞ്ഞു. എന്നെ ഇവിടുന്ന് ഞാൻ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു, നമ്മളൊരു കമൻസിൽ റിപ്ലൈ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഓക്കെ ആയിരുന്നു, ബട്ട് കെമിസ്ട്രിയാണ് പേടി. അപ്പം ഞാനും പറഞ്ഞ പേടിയാ. ഇപ്പം ആ പേടി ഇരട്ടിച്ചതേ ഉള്ളൂ, ഒരു ഇതും ഇല്ല. പക്ഷേ വീട്ടിൽ ഭയങ്കര സൈലൻ്റ് ആയിട്ടാണ് കഴിച്ച് വന്നത്. മറ്റേ ഞാൻ അലറി വിളിച്ചോണ്ടാണ് വരുന്നത് അയ്യോ അതാന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ഞാൻ സൈലൻ്റ് ആയിട്ടാണ് വന്നത് ഇന്ന് വീട്ടിൽ. വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. ഞാൻ കരഞ്ഞു ഒന്നുമില്ല കേസ്. ബട്ട് അച്ഛനും അമ്മയും ഒക്കെ ഓരോന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്ന് എനിക്ക് കരച്ചിൽ വന്ന് ഒരു തുമ്മിണി ഒന്ന് കരഞ്ഞു. വലുതായിട്ടൊന്നുമില്ല കേസ്. എന്താണെന്ന് എനിക്കറിയാൻ വയ്യ. ചിലപ്പം നമ്മൾ ഇപ്പോൾ ഒരു കാര്യത്തിന് വേണ്ടി നല്ലപോലെ പഠിച്ചിട്ടേ നമ്മൾ ആ എക്സ്പെക്ട് ചെയ്ത് തന്നെ നമുക്കൊരു സങ്കടമാണല്ലോ. പക്ഷേ ഞാൻ ടഫാവുന്നതാണ് എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ ഇത്രയൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല ടഫാവുന്നു. 1-2 പിന്നെ കേസ് 15ാമത്തെ ക്വസ്റ്റ്യനാണ് ലോ ഓഫ് കൺസർവേഷൻ മാസ്. അത് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. വൈ ഡു പ്രിഫർ മൊളാലിറ്റി ദാൻ മൊളാരിറ്റി. അതെന്തോ ഞങ്ങൾക്ക് അറിയുന്നൂടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് എഴുതി. പിന്നെ ഡ്രോ ദ ബൗണ്ടറി സർഫസ് ഡയഗ്രാം ഓഫ് 2s and 2p ഓർബിറ്റ്. ഞാൻ അവിടെ കിടന്ന് തലകുത്തി ചിന്തിക്കുക എന്ത് ഇവർ ഈ 8ാമത്തെ ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഞാൻ മലയാളം വായിച്ചു നോക്കി. പിന്നെ ഒന്നും എനിക്ക് മനസ്സിലായി. ഞാൻ അപ്പോൾ ആ ക്വസ്റ്റ്യൻ വിട്ട് നമുക്ക് ഓപ്ഷൻ ഉണ്ടല്ലോ 8 ക്വസ്റ്റ്യൻസ് എഴുതാമെന്നുണ്ടല്ലോ. പിന്നെ നമ്മുടെ ആ സോഡിയത്തിൻ്റെ കോണ്ടം നമ്പർ അത് നല്ലതായിരുന്നു. IUPAC നെയിം അത് നല്ലതായിരുന്നു. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസിൻ്റെയും കൊള്ളായിരുന്നു. പിന്നെ 12ാമത്തെ ക്വസ്റ്റ്യൻ ഡൗട്ട് ഉണ്ടായിരുന്നു. പിന്നെ ശരിയായെന്ന് തോന്നുന്നു ഞാൻ എഴുതിയിട്ടുണ്ട്, അവിടെ വലിയ പ്രശ്നമില്ല. പക്ഷെ എനിക്ക് ഈ സെക്ഷനാണ് കുറച്ച് പാടായിട്ട് തോന്നുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് എന്തോ കണ്ടുപിടിക്കണമെന്ന് അറിയാൻ വയ്യ. പിന്നെ ഞാൻ ഇക്വേഷൻ വെച്ചാണ് ചെയ്തത്. എനിക്ക് ഉറപ്പില്ല, എനിക്ക് വായി തോന്നിയതൊക്കെ എറിയ രീതിയിൽ എനിക്ക് തോന്നിയ ഗൈസ് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. എൻ്റെ ഒരു എഴുതിയൊരു പേപ്പറിൽ ഞാൻ സംഭവമൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ചില ക്വസ്റ്റ്യൻസൊക്കെ അറിയാത്തില്ലെങ്കിലും ആ ക്വസ്റ്റ്യൻസിൻ്റെ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്ത് ഞാൻ എഴുതിയിട്ടുണ്ട്. ബട്ട് ഒരു ഹോപ്പും ഇല്ല എനിക്ക് അറിയാൻ വയ്യ ഗൈസ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻസിൽ പറയുക ഗൈസ്. അപ്പോൾ നമുക്കറിയാമല്ലോ എല്ലാവർക്കും എങ്ങനെയാണ് നമ്മളെ കണക്ക് തന്നെ സെയിം ആണോ എന്ന്. ഇപ്പം ഞാൻ എൻ്റെ ഒപ്പീനിയനാണെന്ന് പറഞ്ഞാൽ ഇപ്പം മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഈസി ആയേക്കാം. ക്ലാസ്സിലും സ്കൂളിൽ പൊതുവെ പിള്ളേരെല്ലാം പറഞ്ഞാൽ ഭയങ്കര പാടായിരുന്നെന്നാണ്. പിന്നെ KC ഫോർ ദ റിയാക്ഷനും അതും പ്രശ്നമില്ലായിരുന്നു. പിന്നെ 15 സോളിബിലിറ്റി ഞാൻ ചെയ്തില്ല ഗൈസ്. എനിക്ക് എന്തോ ഇക്വേഷൻ എങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ അത് ചെയ്യാൻ പോയില്ല. പിന്നെ 16 to 26 ഈ 2ാമത്തെ ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നത് അവർ ലിമിറ്റിംഗ് റേഞ്ചിനെ കുറിച്ചാണ് പറഞ്ഞത് തോന്നുന്നത്. ഞാനത് ലാസ്റ്റാണ് എഴുതിയത്. അത് കുഴപ്പമില്ലായിരുന്നൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ആ ഭാഗമായിരുന്നു കുറച്ച് ടഫായിട്ട് തോന്നി. അടുത്ത വരുന്നതെന്ന് പറഞ്ഞാൽ ബോർ മോഡൽ ഓഫ് ആറ്റം. അത് നല്ല ക്വസ്റ്റ്യനാണ്. അതൊക്കെ നമ്മൾ ഇന്നലെ രാത്രി ഇരുന്ന് പഠിച്ചിട്ട് വരുന്നതാണ്. പിന്നെ ഡ്യുവൽ ബിഹേവിയർ ഓഫ് മാറ്റർ. പിന്നെ മൂവിങ് ഇലക്ട്രോൺ ഡി ബ്രോഗ്ലിയുടെ അത് എനിക്ക് എവിടേക്കോ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇക്വേഷൻ വെച്ച് ചെയ്തിട്ടുണ്ട്.
ഉറപ്പ് കറക്റ്റ് ആകും മിക്കവാറും. പിന്നെ പീരിയോഡിക്കലോ മെൻ്റലീവ്സിൻ്റെത്. പിന്നെ നമ്മുടെ 20ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ലാസ്റ്റ് ഇവിടുത്തെ വായിച്ചിട്ട് പോയതാണ് ഗൈസ് ആ ക്വസ്റ്റ്യൻ. പിന്നെ നമ്മുടെ VSEP തിയറി, അത് ഇമ്പോർട്ടൻറ്റ് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഓക്സിജൻ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് ഇതെന്താ വേറൊരു ക്വസ്റ്റ്യൻ. പിന്നെ എനിക്ക് മനസ്സിലായി ഇൻഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് അവരിങ്ങനെ ഒന്ന് ചോദിച്ചേക്കാം. കൂടുതൽ എനിക്ക് തോന്നിയത് ഇൻഡയറക്റ്റ് മെത്തേഡിലാണ് അവർ ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇനി നമുക്ക് പാടായിട്ട് തോന്നിയെന്ന് അറിയാൻ വയ്യ. പിന്നെ ഹെസസിലും ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫോർമേഷൻ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ 24ാമത്തെ ക്വസ്റ്റ്യൻ എന്തുവാന്ന് എനിക്ക് തല പുകച്ച് വെച്ചിട്ട് എനിക്ക് കിട്ടിയില്ല ഗൈസ്. കിളി പറിക്കുമായിരുന്നു എൻ്റെ തലയിൽ കൂടെയൊക്കെ. കിളി ഇങ്ങനെ പറന്നങ്ങ് പോവുമായിരുന്നു. വെള്ളം എൻ്റെ ക്ലാസ്സിലൊക്കെ ഞാൻ കാണായിരുന്നു, പിള്ളേരൊക്കെ വെള്ളം കുടിയായിരുന്നു, ഞാനൊക്കെ മുങ്ങിക്കളിക്കുമായിരുന്നു. ആ അവസ്ഥയായിരുന്നു ഗൈസ്. അപ്പം ഞാൻ പറയാം 24ാമത്തെ ക്വസ്റ്റ്യൻ ഗൈസ്, വാട്ട്സ് ദി എൻതാൽപ്പി ഓഫ് സൊല്യൂഷൻ, വാട്ട്സ് ദി എൻതാൽപ്പി ഓഫ് ഡൈല്യൂഷൻ. നമ്മൾ ഫ്യൂഷൻ എൻതാൽപ്പി, സബ്ലിമേഷൻ എൻതാൽപ്പി, വേപ്പറൈസേഷൻ എൻതാൽപ്പി പഠിച്ചിട്ടുണ്ട്. അതേപോലത്തെ എന്തെങ്കിലും ആണോ ഡൈല്യൂഷൻ സൊല്യൂഷൻ? ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച് എഴുതണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് എഴുതിയില്ല. വേറെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ. പിന്നെയുള്ള ക്വസ്റ്റ്യൻ എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ്, ഈ ഇക്വിലിബ്രിയത്തിന് വരുന്ന ക്വസ്റ്റ്യൻ. പിന്നെ ജസ്റ്റിഫൈ ദ ഫോളോയിങ് റീഡോക്സ് വെച്ച് അത് പിന്നെ ഓക്സിഡേഷൻ നമ്പർ എടുത്ത് കുറേ നേരം എടുക്കല്ലോ എന്ന് ചോദിച്ചാൽ ചെയ്തില്ല. പകരം ഞാൻ അതിനകത്തുള്ള ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത്. സമയം ഇതില്ലായിരുന്നു എനിക്ക്. ഒന്നാമത് എക്സാം എഴുതുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ഞാൻ എഴുതിയത്. കാരണം പേപ്പർ കണ്ടപ്പോഴേ നമ്മൾ പാതി ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ നമുക്കൊരു മനസ്സ് വേണം എഴുതുമ്പോൾ. പക്ഷെ നമുക്കത് അങ്ങോട്ടൊന്നും കിട്ടുന്നില്ല, ഒരു ഹാപ്പി മൈൻഡില്ല. ഞാൻ ഇങ്ങനെ മുഖം വീർപ്പിച്ച് അടിച്ചിട്ട് ആ ഒരവസ്ഥയാണ്. പിന്നെ മാസ് പെർസെൻറ്റേജ്, എംപിരിക്കൽ ഫോർമുല മാസിൻ്റെ ഇക്വേഷൻ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയി. ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ എഴുതി വെച്ചിട്ടുണ്ട്, അത് കറക്റ്റാണെന്നാണ് എൻ്റെ മനസ്സിൽ പറയുന്നത്. ഞാൻ പെട്ടെന്ന് അങ്ങ് പേടിച്ച് കേട്ടത് ദൈവമേ അതുകൂടെ തിരിഞ്ഞു പോയി ഇനി എൻ്റെ കാര്യം തീർന്നു എന്നുള്ള അവസ്ഥയായിരുന്നു. പിന്നെ പോലീസ് എക്സ്ക്യൂഷൻ പ്രശ്നം. പിന്നെ എൻ്റെ സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തേക്കുന്നത് എനിക്ക് കറക്റ്റായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ല. ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്, സെക്കൻഡ് ഞാൻ എന്തോ കാണിച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങോട്ട് കറക്റ്റ് മനസ്സിലായിട്ടില്ല സെക്കൻഡ് ഓപ്ഷൻ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന്. പിന്നെ എംഒ തിയറി എന്ന് വന്നത് അതും സിമ്പിളായിരുന്നു, പ്രശ്നമൊന്നുമില്ലായിരുന്നു. പറയുമ്പോൾ കുറേയൊക്കെ സിമ്പിളുണ്ട് കേസ്, ചെയ്യുമ്പോഴേ നമുക്ക് ആ ടഫ്നെസ് മനസ്സിലാവും. പിന്നെ സ്പോണ്ടേനിയസ് പ്രോസസ്, ഇത് സ്പോണ്ടേനിയസ് പ്രോസസ് ഒരു തിരിയുന്നില്ല കേസ്, അത് ഈ ബ്രേസസ് ഇട്ടേക്കുന്നതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ക്രൈറ്റീരിയൻ എഴുതാൻ പറഞ്ഞാൽ ഡെൽറ്റ ജി ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവ് വരുമ്പോഴാണോ അതോ എൻഡോതെർമിക് എക്സോതെർമിക് കൺസിഡർ ചെയ്യാമെന്ന് അറിയാൻ വയ്യ. പിന്നെ അത് കൺസിഡർ ചെയ്യാൻ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നല്ലേ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആൻസർ ഒന്നും വലുതായിട്ട് പറയാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പം ചില ആൾക്കാരുണ്ട് കേസ് നമ്മൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ആൻസർ പറയുമ്പോൾ അവർക്ക് ഒരു ടെൻഷനാവും, എനിക്ക് മനസ്സിലാവുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഇതിനകത്തൊന്ന് ആൻസർ ആയിട്ട് നിങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇങ്ങനെ കയറി അറിയാതെ എൻ്റെ വയന്ന് കയറി തെന്നി വീണാലേ ഉള്ളൂ. പിന്നെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ അവിടെയും കയറി തിരിഞ്ഞു പോകാതെ ഏതോ ഭാഗത്തിന് തിരിഞ്ഞു പോയില്ല. പിന്നെ ബഫർ സൊല്യൂഷൻ, പിന്നെ ഹെൻഡേഴ്സൺ ഹെസൽബാച്ച് ഇക്വേഷൻ. ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്ക് ടഫായിരുന്നു എക്സാം. പക്ഷേ എനിക്കിപ്പോൾ വായിച്ച് നോക്കിയപ്പോൾ സിമ്പിളായിട്ട് തോന്നി. ഇത് തന്നെയായിരുന്നു എൻ്റെ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ എനിക്ക് വായിച്ച് നോക്കിയപ്പോൾ സിമ്പിളായിട്ട് തോന്നി. പക്ഷേ എഴുതുമ്പം കയറി ടഫാവുന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കുറച്ച് ടഫായിട്ടുണ്ട് എക്സാം. അപ്പം നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്നുള്ളത് പറയുക. വലിയൊരു ഇതൊന്നുമില്ല, ഞാൻ ഒരു നല്ല മൂഡിലൊന്നുമല്ല. ഞാൻ 3:4 വന്നതാണ്. പക്ഷേ വീഡിയോ എടുക്കണോ വേണ്ട എന്നുള്ളൊരു ടെൻഷൻ ഇരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല കേസ്, മനസ്സിലായോ? നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പം കെമിസ്ട്രി അംഗം ഞാൻ ഞെട്ടിയതല്ല, ഇതെന്തു കേസ് രാമായണം, ഞാൻ ആദ്യമായിട്ട് ഇത്രയും വലിയ ക്വസ്റ്റ്യൻ പേപ്പറാണെന്ന്. മലയാളം ഇൻക്ലൂഡ് ആണ്, പക്ഷേ ഇത്രയും വലിയ ക്വസ്റ്റ്യൻ പേപ്പർ വേണമായത്. കാരണം ഹയർ സെക്കൻഡറി കൂടുതലും ഇംഗ്ലീഷ് മീഡിയം ആണല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പം എക്സ്പെക്റ്റഡ് മാർക്കൊന്നും പറയാനുള്ളതായിട്ടില്ല, എനിക്കങ്ങോട്ട് ഉറപ്പില്ല, ഇവിടെ ഞാൻ ഒന്നും പറയുന്നില്ല. സോ അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ കെമിസ്ട്രി റിവ്യൂ എന്ന് പറയുന്നത്. ഇന്നിരുന്ന് മാത്സൊക്കെ പഠിച്ച് പാതി വെക്കണമെന്ന് വെച്ചാൽ, പക്ഷേ എനിക്ക് ഒട്ടും ഒരു മൂഡില്ല ഗൈസ്, ഒന്നിനുള്ളൊരു മൂഡില്ലാത്തൊരവസ്ഥയായിപ്പോയി. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ 3G ആയി, പാതി 3G ആയി, പാതി വലിയ പ്രശ്നമില്ലാതെ ഞാൻ വന്നത്. എന്തോ ആണേലും അടുത്തിനി മാത്സ് ആണ്, ഇനി അതിനെന്തുവാണോ ഒന്നും അറിയാൻ വയ്യ. സോ അപ്പം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? അപ്പം ഇത്രയേ ഉള്ളൂ എൻ്റെ കെമിസ്ട്രി റിവ്യൂ, വേറൊന്നും പറയാനില്ല. ബൈ.